തൃശൂർ കൊടകര സെന്ററിൽ വിവിധ സ്ഥലങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. തൃശൂർ മതിലകത്ത് മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന് വീടിന് തീപിടിച്ചു. തീയും പുകയും ഉയർന്നതോടെ വീടിനകത്തുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി. മതിലകം പോലീസും ഫയർഫോഴ്സും എത്തി തീയണച്ചു. തൃശൂർ ചാലക്കുടിയിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം ആരംഭിച്ചു. തുണ പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ 16-കാരന് ഇരുചക്രവാഹനം ഓടിക്കാൻ നൽകിയ അമ്മയ്ക്കെതിരെ പോലീസ് കേസ്. പാളയംകുന്ന് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയായ അമ്മയ്ക്കെതിരെയാണ് അയിരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം പാറശാലയിൽ ഊരമ്പ് ഭാഗത്തു നിന്നും പാറശാലയ്ക്ക് വരികയായിരുന്ന കാർ നിർത്തിയിട്ട മറ്റൊരു കാറിലിടിച്ച് തലകീഴായി മറിഞ്ഞ അപകടം. റോഡിന്റെ വശത്തുകൂടി നടന്നു വരികയായിരുന്ന യുവതി രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് തൃശൂർ കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് ചൂട്ടുകത്തിക്കൽ സമരം നടത്തി. ചാപ്പാറ KICB ഓഫീസിന് മുന്നിൽ നടന്ന സമരം DCC എക്സിക്യൂട്ടീവ് അംഗം PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ മേൽപ്പുത്തൂർ നാരായണ ഭട്ടത്തിരി ചെയർ ആരംഭിക്കും. ഭക്തജനങ്ങൾക്ക് പ്രയോജനകരമായ പല ഗ്രന്ഥങ്ങളുടെയും പണിപ്പുരയിലാണ് ദേവസ്വം പ്രസിദ്ധീകരണ സമിതിയെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഗുരുവായൂരപ്പന് വഴിപാടായി 311.5 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ നിവേദ്യ കിണ്ണം ചെന്നൈ അമ്പത്തൂർ സ്വദേശി MS പ്രസാദാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ സ്വർണ്ണക്കിണ്ണം ഏറ്റുവാങ്ങി. കണ്ണൂർ പഴയന്നൂർ സ്വർണ്ണക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം. രാവിലെ